ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ധൻസാസ് വേൾഡ്. ഇനി ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ ഒരു കറിയും വേണ്ട. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. കാരണം നമ്മളിതിൽ പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തീരെ എരിവില്ലാത്ത ഒരു റെസിപ്പിയാണിത്. വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മത്തൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ഞാനിതാ ഒരു കഷ്ണം മത്തൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ മത്തനാണ്. അപ്പോൾ ഇത് നല്ല മധുരമുള്ള മത്തനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു നല്ല ടേസ്റ്റ് തന്നെയാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ഒരു 2-3 പീസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് വീണ്ടും ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് തൊലിയൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ തൊലിയെല്ലാം കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഈ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതൊക്കെ നമുക്കൊന്ന് കുക്കറിലേക്കൊന്ന് മാറ്റിയിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടുന്നത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇതാ നമ്മളെ മത്തനിത് ഞാനിത് വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 വിസിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് വേഗം വേവുന്നതാണ് മത്തനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇനി നമ്മളിതൊന്ന് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് കുറച്ച് തേങ്ങയാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ അധികം ഉപ്പിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല നമുക്ക്. കാരണം ഇത് മത്തൻ കുറച്ച് മധുരമുള്ളതായതുകൊണ്ട് തന്നെ ആ ഒരു മധുരമാണ് നമുക്കിതിൽ മുന്നിട്ട് നിൽക്കേണ്ടുന്നത്. ഇനി നമുക്കിതൊന്ന് കുറച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേഗം ഒന്ന് വറ്റിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഞാൻ ചൂടാക്കുന്ന മാത്രമേ ഉള്ളൂ. അധികമൊന്നും വറ്റിച്ചെടുക്കുന്നില്ല. കാരണം ഇതിൻ്റെ ആ വെള്ളത്തോടു കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. വെള്ളം വെറുതെ കഴിക്കാൻ ടേസ്റ്റ് ആയിട്ടാണ്. വെറുതെ നമ്മൾ കോരി കഴിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഇത്ര മാത്രം മതിയാകും. നമുക്ക് ഇനിയൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ വേറെ ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയായത്. ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മളെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. കറി എന്ന് പറയാൻ പറ്റില്ല, സൈഡ് ഡിഷാണ് ഇത്. കറിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്കിതിലേക്കൊന്ന് വറുത്തിടണം. ഇതാ അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വറ്റൽമുളക് ഞാനതിലേക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആദ്യം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തതാണ്. എന്നാലും നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തിടുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കൊന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ വറവൊക്കെ ഒന്ന് ആ ഒരു മത്തനിലേക്കൊന്ന് ഇറങ്ങി വരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇത് ഒന്ന് കട്ടിയായിരിക്കും. അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്കൊന്ന് വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് നമ്മളിതിൽ എരിവൊന്നുമില്ല. എരിവെന്ന് പറയാൻ വേണ്ടി നമ്മളിതിൽ ഒരു വറ്റൽമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാൻ അധികം മടിയായിരിക്കും കറിയൊക്കെ എരിവുള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ മത്തനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്ക്. അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്